പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാലിനി. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താലോ ആൽക്കഹോളല്ല. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓറഞ്ച് മെർമലേഡ് ആണ്. ഇതില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഓറഞ്ച് പീല് വാങ്ങിക്കാൻ കിട്ടും, അതോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ജാമോ, മിക്സഡ് ഫ്രൂട്ട് ജാം ആഡ് ചെയ്യണം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി ആഡ് ചെയ്തതിന് ശേഷം ഗരം മസാല, മുഴുവനായിട്ടുള്ള ഗരം മസാല എടുത്ത് നന്നായി പൊടിക്കാം. ഇനി അതിൽ തരികളുണ്ടെങ്കിൽ നന്നായി ഒന്ന് തരിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി ആ ജാമും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാണ് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ആൽക്കഹോൾ വേണം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഓൾഡ് മങ്ക് റമ്മാണ്. വിസ്കി, ബ്രാൻഡി അല്ലെങ്കിൽ റെഡ് വൈൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 1/2 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ഫ്രൂട്ട്സിൽ ഇത് നന്നായിട്ട് നനഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ നന്നായിട്ട് നമ്മളിത് ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു നല്ലൊരു ജാറിൽ ഇട്ട് വയ്ക്കാം. ഒരു ഇരുട്ടുള്ളൊരു പ്ലേസിൽ വെളിച്ചമൊന്നും തട്ടാത്ത രീതിയിൽ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഇത് എത്ര നാൾ വേണമെങ്കിലും എടുത്ത് വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.